വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു നാടൻ ചിക്കൻ കറി ആയിട്ട് കേട്ടോ. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലത്തെ ഇതിൻ്റെ ഒരു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം കാണിക്കുന്നുണ്ട് കേട്ടോ. മിസ്സാക്കാത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോയുമ്പോൾ ഇവർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമില്ലാതെ എടുക്കണേ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. 1 ടീസ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി 10-20 എണ്ണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്താൽ മതി കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നാളികേര കൊത്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ട് ചെയ്തതും പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണേ. പിന്നെ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേര കൊത്തിട്ട് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, സവോളയും ചെറിയുള്ളിയും 2 കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് മതി കേട്ടോ. കണ്ട അപ്പോഴേക്ക് തന്നെ നമ്മൾ സവോളയൊക്കെ വാടിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമണം മാറുമ്പോൾ ഇവർക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ മൂടി വെച്ചിട്ട് സവോള വേവിച്ചിട്ടില്ലേ, ആ സമയത്ത് തന്നെ മൂടി തുറന്നിട്ട് നമുക്ക് ഇത് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം വേണം കേട്ടോ. മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നോക്കുക ചിക്കൻ വെന്തിട്ടില്ല, ഒന്ന് വേവാറായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക.
ചൂടുവെള്ളം ഒഴിച്ചെടുത്ത ശേഷം മിക്സ് ചെയ്യുക. പിന്നെ ലിഡ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു കൂട്ട് ചേർത്ത് എടുക്കട്ടെ. ഇത് ചേർത്ത് എടുക്കുമ്പോൾ അതാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കൻ കറിക്ക്. നമ്മളെല്ലാ പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കില്ല, അപ്പോൾ ഓരോരോ സമയത്ത് വ്യത്യാസമായിട്ട് ഉണ്ടാക്കണ്ടേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, ഏലക്കായും പറ്റയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് എടുക്കുക. ചേർത്ത് എടുത്തിട്ട് ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവില്ലേ, ആ സമയത്ത് അവർക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ലോ ഫ്ലെയിമിലോ തന്നെ ഉണ്ട് കേട്ടോ. ലോ ഫ്ലെയിമോ മീഡിയം അങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ നാളികേരം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. പൗഡറാക്കിയില്ലേ, അങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരാം ചെറുതായിട്ട്. നമ്മൾ ചിക്കനൊക്കെ വെന്തെന്ന് നോക്കാം. ചിക്കന് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണേ. ഇനി നമുക്കിത് മസാലയിലേക്ക് ഇട്ടെടുക്കാം. ഇതിനടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നിത് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഈ സമയത്ത് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചേർക്കുമ്പോൾ അടിപൊളി ഫ്ലേവറും ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലൊന്ന് വിതറി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കട്ടെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. കണ്ട ഇത്രയുള്ള കേട്ടോ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ട ഇത്രയുള്ള കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.